അപ്പോൾ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഈ കോപ്രായം കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. മോനെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയാന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥ മൊത്തം പോകാം. ചിങ്ങം തുടങ്ങിയിട്ട് മഴ നിൽക്കുന്നില്ല അല്ലേ. വല്ലാത്തൊരു മഴ തന്നെയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറി. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളയപ്പത്തിന് അരച്ചു വെച്ച മാവ് ഫസ്റ്റ് ഉറങ്ങി എണീറ്റ പാട് ആദ്യം നോക്കുന്നത് ഇതാട്ടോ. അപ്പം മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു ട്രിക്കാട്ടോ. നമ്മൾ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശമാവിന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊങ്ങി വരാൻ ഇപ്പം പ്രത്യേകിച്ച് തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പൊങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമായിരിക്കുമല്ലോ റൈസ് കുക്കർ. അപ്പോൾ ഈ റൈസ് കുക്കർ വെച്ച് നമുക്ക് മാവ് എങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കാം. അതായത് നമ്മൾ മാവ് അരച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച്, നല്ലോണം തിളക്കണ്ട, തിള വരാനായാൽ മതി. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് ചെയ്ത മാവ് അതിലേക്ക് വെച്ച് അടച്ച് രാവിലെ നോക്കുമ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി വേറൊന്നുമല്ല, നമ്മുടെ നാടൻ കുമ്പളങ്ങ കൊണ്ടുള്ള പച്ചടിയാട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയിൽ ഒരു തിരക്ക് എല്ലാവർക്കും അങ്ങനെ ആവാം. അപ്പോൾ രാവിലെ സ്കൂളിലേക്ക് മക്കൾക്ക് രണ്ടാക്കും പോകണം. അപ്പോൾ അത് പോരാണ്ട് ഒരാളെ കൊണ്ടുവിടാനും പോകണം. അതിനുശേഷം വന്ന് ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ ബിസി ആട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മിക്കവാറും എൻ്റെ ജോലികളെല്ലാം ഞാൻ രാവിലെ തന്നെ തീർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പമെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല, നമ്മുടെ ഈസ്റ്റോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ നാടൻ, അതായത് നമ്മുടെ തേങ്ങാ വെള്ളവും തേങ്ങയും ചോറും ഒക്കെ അരച്ച് നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളയപ്പാട്ടോ ഇത്. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മൾ ഈസ്റ്റെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ ഇതാ അതിനുശേഷം നമുക്ക് വെള്ളയപ്പത്തിന് എന്തെങ്കിലും കറി വേണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഏതായാലും മക്കൾക്ക് ഇഷ്ടം മുട്ട റോസ്റ്റാണ് കേട്ടോ. പക്ഷേ ഏട്ടനത് കഴിക്കൂല. അപ്പോൾ ഏട്ടൻ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ നല്ല അടിപൊളി കുമ്പളങ്ങ വെച്ചൊരു നല്ലൊരു പച്ചടി ഉണ്ടാക്കി. അപ്പം തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റാണേ. അപ്പം പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി നമ്മുടെ തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഞാൻ ഒരൊറ്റ വിസിൽ കുക്കറിലിട്ട് അടിച്ച് ആ ചൂടാക്കിയ പൊടിയിലേക്ക് അതും കൂടി ഇട്ട് പൊടികൾ ആവശ്യത്തിനും ഉപ്പും ഒക്കെ ചേർത്ത് മുട്ടയും കൂടിയിട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി. മുട്ട റോസ്റ്റ് ഞാൻ കുറച്ച് ഗ്രേവി പരുവത്തിലാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മുടെ വെള്ളയപ്പം തിന്നാത്ത കുറച്ച് ബിരുദന്മാരുണ്ട്. രണ്ടാക്കും വെള്ളയപ്പം ഇഷ്ടമല്ല. അപ്പം വെള്ളയപ്പത്തിൻ്റെ കൂട്ടുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്നോ വിചാരിച്ച് രണ്ടാക്കും ദോശ. ഇത് നമ്മുടെ ഇന്നലത്തെ കേക്കിൻ്റെ ബാക്കിയാണേ. രാവിലെ തന്നെ ഉറങ്ങി എണീറ്റ പാടെ കേക്കിന് വേണ്ടിയിട്ട് രണ്ടാളും ബഹളം. അപ്പോൾ രണ്ടാളും രണ്ട് സൈഡിൽ ഓരോ പീസ് എടുത്ത് രാവിലെ തന്നെ ഓരോ പീസ് അകത്താക്കി. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ രാവിലെ കേശുവിനെ കൂടി സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പോൾ രാവിലത്തെ ഒരു സ്ഥിരം ദിനചര്യ ഇത്. അപ്പോൾ ഞാൻ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്ത ഒരു വ്ളോഗാണേ. അപ്പോൾ കേശുവിനെ രാവിലെ തന്നെ ഞാൻ എന്തായാലും സ്കൂളിലേക്ക് വിടാൻ പോവാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ആക്ച്വലി ഞാനൊരു ടീച്ചറായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴല്ല കേട്ടോ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ ഭാഗം മടിച്ചിട്ടാട്ടോ. ഏതെല്ലോ സ്കൂളിലും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. പക്ഷേ കുറേ ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് കുറേ ഭാഗം ഒഴിവാക്കി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മടിച്ചു കോതിയായി ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രസൻറ്റ് ചെയ്യുക, ഇതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോബാട്ടോ. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വരുമാനങ്ങളും കിട്ടുമ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനോടൊരു താല്പര്യം, പണി ചെയ്താൽ കൂലി വേണമല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന കുറേ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ഇല്ലെങ്കിൽ, ഒരു ദിവസം ഇട്ടിട്ടില്ലെങ്കിലൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും കിട്ടുന്നുണ്ടല്ലോ, പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.